ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. ഇൻസ്റ്റൻ്റായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നെങ്കിലും ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും വളരെ ഫ്ലഫിയാണ്. അതുപോലെ തന്നെ ടേസ്റ്റിലും യാതൊരു കോംപ്രമൈസും ഇല്ല. ഇതെൻ്റെ മേമയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ആദ്യം ഇത് മേമയുടെ കയ്യിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കഴിക്കുമ്പോൾ എനിക്ക് ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ള യാതൊരു അറിവുമില്ല. പിന്നീട് ആൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കിയ ഉണ്ണിയപ്പമാണ്. അപ്പോൾ തന്നെ റെസിപ്പി ഞാൻ ആളുടെ നിന്ന് കയ്യിലാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴാണ് ട്രൈ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പം ഞാൻ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. ഞാൻ പറയുന്ന മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് നോട്ട് ചെയ്തോണ്ടേ. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്തേക്ക് 4 പാളിങ്കുടൻ പഴം അല്ലെങ്കിൽ മൈസൂർ പൂവൻ, പുറത്തൊക്കെ ആണെങ്കിൽ മൈസൂർ പൂവനായിരിക്കും കിട്ടുക. ഞാനിവിടെ 4 പാളിങ്കുടൻ പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം നോക്കി എടുക്കുക. എനിക്ക് കിട്ടിയ പഴത്തിരി പഴുപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ 4 പഴം നല്ലതായിട്ട് മിക്സിയിൽ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ മധുരത്തിനായിട്ട് ശർക്കര ഒരു 3 അച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഉരുക്കിയതിന് ശേഷം ഒരു 2.5 കപ്പ് ഉണ്ടായിരുന്നു. അത് 2 കപ്പ് പൊടിക്ക് 2.5 കപ്പ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇത് ഈ പഴം നല്ലതായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ റവയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് ശർക്കര പാനി ആദ്യം ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ അരച്ചെടുത്ത പഴവും ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 2.5 കപ്പ് ശർക്കരപ്പാനിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ടോട്ടലായിട്ട് ഞാൻ പല ഭാഗങ്ങളിലായിട്ടാണ് ശർക്കരപ്പാനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 2.5 കപ്പ് ശർക്കരപ്പാനി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 അച്ച് ശർക്കര എടുത്തിട്ട് 2.5 കപ്പ് അളവിൽ ഉരുക്കിയെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ പഴവും 1 ടീസ്പൂൺ റവ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. റവ ചേർത്തില്ലെങ്കിലും നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്കായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് ഒരു 3 വലിയ ടീസ്പൂൺ നാളികേരം ചെറിയതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിൽ ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ കൊത്താണ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെറിയ കൊത്തായിട്ട് അരിഞ്ഞിട്ട് അത് നമ്മൾ നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ ചെറുകിയതാണ് നന്നായിട്ട് നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ഈ ഒരു പരുവായി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ മാവിലേക്ക് ബാക്കിയുള്ള ശർക്കര മാവും ഞാൻ ഒരു 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേങ്ങ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിൽ വറുത്തെടുത്തതും അതുപോലെ തന്നെ പച്ച എള്ളാണ്, റോസ്റ്റ് ചെയ്തിട്ടില്ല എള്ളും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഏലക്കായ പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ഏലക്കായ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ചധികം ഏലക്കായ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആഡ് ചെയ്ത് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ. അതിനുശേഷം കൈ വെച്ച് ഇതുപോലെ നന്നായിട്ടൊരു 5 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഞാനിതൊരു അരമണിക്കൂർ റെസ്റ്റിന് വയ്ക്കുന്നുണ്ട്. അരമണിക്കൂർ ഓപ്ഷണലാണ്, പക്ഷേ വെച്ചിട്ടുണ്ടാക്കുന്നതായിരിക്കും ഇത്രയും കൂടി നല്ലത് കേട്ടോ. എപ്പോഴും നമ്മളൊരു 5 to 6 മണിക്കൂറൊക്കെ വയ്ക്കുന്ന സമയത്ത് ഇതൊരു അരമണിക്കൂറേ ഞാൻ വയ്ക്കുന്നുള്ളൂ. അതിനുശേഷം ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ശർക്കര പാവും കൂടി ചേർത്ത് ഞാനിതിനെ ഒന്ന് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ സമയത്ത്.
ചുടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും നെയ്യും എല്ലാം ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളിത് ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് കോരി ഒഴിക്കാൻ പാകത്തിനുള്ളൊരു കൺസിസ്റ്റൻസി മതി, അധികം ലൂസായി പോകരുത്. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പാനിലേക്ക്. വെളിച്ചെണ്ണയുടെ ഒപ്പം തന്നെ ഞാൻ നെയ്യും കൂടി ആഡ് ചെയ്തിട്ടാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. നെയ്യ് ഓപ്ഷണലാണ്. ഒരു നെയ്യിൻ്റെ റിച്ചായിട്ടുള്ള ടേസ്റ്റും കൂടി ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാവ് കോരി ഒഴിച്ച് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഗോതമ്പ് പൊടിയുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഭയങ്കര ഈസിയാണ്, അതായത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തോന്നുമ്പോൾ വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ് കേട്ടോ ഗോതമ്പ് പൊടിയുടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. അരിപ്പൊടിയുടെ ഉണ്ണിയപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും, പക്ഷേ ഗോതമ്പ് പൊടിയുടെ ഉണ്ണിയപ്പം കൂടി ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഉണ്ണിയപ്പവും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് നമുക്കൊരു ഉണ്ണിയപ്പമൊക്കെ കഴിക്കണം എന്ന് തോന്നിയാൽ ഇനിയിപ്പോൾ അരി കുതിർത്ത് അരച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇതുപോലെ നിങ്ങൾക്കും പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ മെഷർമെൻറ്റ്സ് ഒന്നും മറന്നു പോകരുത്. മെയിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തതിൽ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2.5 കപ്പ് ശർക്കരപ്പാനി, 4 പഴുത്ത പഴം, അതുപോലെ തന്നെ റവ യൂസ് ചെയ്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ, പിന്നെ തേങ്ങ വറുത്തതും എള്ളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം M4 Foodie.